എൻ്റെ പേര് ജിൻസി. ഞാൻ കടപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. എനിക്ക് 3 പ്രാവശ്യം ഞാൻ ക്യാരിങ് ആയെങ്കിലും എനിക്ക് അബോർഷനായി പോയി. പിന്നെ ഞാൻ എപ്പോഴും അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ ഞായറാഴ്ചകളിലെല്ലാം അഭിഷേകാഗ്നി കാണാറുണ്ട്. അപ്പം ഒരു സാക്ഷ്യം കേട്ടു. എല്ലാ ദിവസവും 3 മണിക്ക് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച തമ്പുരാൻ അനുഗ്രഹിച്ച ഒരു വ്യക്തി, കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങളെ ലഭിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ടിരുന്നു. അപ്പോൾ ഞാനും 3 മാസത്തേക്ക് നേർച്ച നേർന്നു, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചേക്കാം. എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാം. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ കൂടെ എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് അഭിഷേകാഗ്നി കാണുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ നവംബർ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് കുരിശിൻ്റെ വഴി. ജനുവരി ആയപ്പോൾ ഞാൻ ക്യാരിങ് ആണെന്ന് അറിഞ്ഞു. എനിക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. 1 വർഷം കഴിഞ്ഞ് വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോഴേക്കും അടുത്തൊരു കുഞ്ഞിനെ കൂടെ തമ്പുരാൻ കർത്താവ് 2 കുഞ്ഞിനെ നൽകി. പെട്ടെന്ന് ഇനി സാക്ഷ്യം വരട്ടെ. കർത്താവ് പറഞ്ഞു ഇപ്പം സാക്ഷ്യം പറയാൻ വരട്ടെ, 2 പേര് ഒരാളും കൂടി പുറകെ വരുന്നുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അവന് 3 മാസം നേർച്ച നടന്ന് പ്രാർത്ഥിച്ചു, കുരിശിൻ്റെ വഴി ചൊല്ലി. ശരിക്കും പുലർച്ചെ 3 മണി ത്യാഗമെടുത്ത് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കർത്താവ് ശരിക്കും അങ്ങോട്ട് കേട്ടു. ഹല്ലേലൂയ. അങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അഭിഷേകാഗ്നിയുടെ എപ്പിസോഡുകൾ ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് വെച്ച് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് വചനം കേട്ട് വചനം മാംസമായി. ഹല്ലേലൂയ. ശരിക്കും അത്ഭുതം സംഭവിച്ചു. കർത്താവ് സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞത് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട്